സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിക്ഷേപ വിവരങ്ങൾ സെബി ചെയർപേഴ്സൺ പുറത്തുവിടുമോ എന്ന് ഹിൻഡൻബർഗ് ചോദിച്ചു. സുതാര്യമായ അന്വേഷണത്തിന് തയ്യാറാണോ എന്നും ഹിൻഡൻബർഗ് ചോദിക്കുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ ഓഹരി വിപണിയിൽ ഇടിവുണ്ടായി. അദാനി ഓഹരികളും നഷ്ടത്തിലായി. അദാനി ഷെൽ കമ്പനികളിൽ മാധവി ബുച്ചിനും ഭർത്താവിനും നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണം മാധവിയും സെബിയും അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിരുന്നു. സെബി ചെയർപേഴ്സണെ വ്യക്തിഹത്യ ചെയ്യുന്നുവെന്നും സെബിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് സെബി ഹിൻഡൻബർഗ് ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞത്. മാത്രമല്ല, ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ മാധവി നടത്തിയെന്ന് പറയുന്ന ഇടപാടുകൾ സെബിയുടെ ഭാഗമായി വരുന്നതിന് മുന്നേ ഉള്ളവയെന്നും വിശദീകരിച്ചിരുന്നു. എന്നാൽ സെബി ചെയർപേഴ്സന്റെ വിശദീകരണം ആരോപണങ്ങൾ ശരിവെക്കുന്നതാണെന്ന് ഹിൻഡൻബർഗ് അവകാശപ്പെടുന്നു. ഇതിന് പിന്നാലെയാണ് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ് രംഗത്തുവന്നത്. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ മാധവി ബുച്ച് പുറത്തുവിടുമോ എന്നാണ് ഹിൻഡൻബർഗ് ചോദിക്കുന്നത്. സുതാര്യമായ അന്വേഷണത്തിന് തയ്യാറാണെന്നും ഹിൻഡൻബർഗ് വെല്ലുവിളിക്കുന്നു. അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ JPC അന്വേഷണം വേണമെന്ന നിലപാട് പ്രതിപക്ഷം ശക്തമാക്കുന്നുണ്ട്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ ഓഹരി വിപണിയിൽ നഷ്ടമുണ്ടായി. സെൻസെക്സ് 330 പോയിന്റും നിഫ്റ്റി 106 പോയിന്റുമാണ് താഴ്ന്നത്. അദാനി ഓഹരികളിലും ഇടിവ് ദൃശ്യമായിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.